നമുക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു തീർക്കാനുള്ള ധൃതി കാണിക്കാതെ നമ്മുടെ എതിർവശത്തുള്ള ആൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധാപൂർവ്വം കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹലോ, നെഗോസിയേഷൻ. എങ്ങനെ നെഗോസിയേഷൻ ഒരു പ്രൊഫഷണൽ രീതിയിൽ ചെയ്യാം എന്നുള്ള 3 പ്രധാനപ്പെട്ട ടിപ്സ് ഞാനിവിടെ പങ്കുവയ്ക്കാം. ഒന്നാമത്തെ കാര്യം, ഓൾവേസ് ലിസൺ വെൽ. ഈ ഒരു കോൺവെർസേഷൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു തീർക്കാനുള്ള ധൃതി കാണിക്കാതെ നമ്മുടെ എതിർവശത്തുള്ള ആൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധാപൂർവ്വം കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നന്നായിട്ട് കേൾക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വെൻ ഇറ്റ് കംസ് ടു നെഗോസിയേഷൻ, ഓൾവേസ് റിമെമ്പർ, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത് 2 പേർക്ക് ഗുണകരമാവാൻ വേണ്ടിയിട്ടാണ്. 2 പേർക്കും മെച്ചം ഉണ്ടാവണം. അപ്പോൾ വിൻ വിൻ സിറ്റുവേഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 പേരും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഒന്നും മറച്ചു വയ്ക്കുകയോ ഹൈഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്പ് പറയാനുള്ളത്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, വെനെവർ യു നെഗോഷിയേറ്റ് ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ആപ്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള നെഗോസിയേഷൻ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമോ?